ഹലോ ഹബീബീസ്, എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ വാരണാസിയെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ ജനിച്ച് വളർന്നതെന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ്സിൽ നിന്ന് താഴ്ന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പം ഇത് ആക്ച്വലി അങ്ങനെയുള്ള ടീമുകൾക്ക് കേട്ടോ ഈ വീഡിയോ. അങ്ങനെയുള്ള ടീമുകൾ ഈ വീഡിയോ കണ്ട് മോട്ടിവേറ്റായി യാത്ര പോകാൻ താല്പര്യമുള്ളവർ യാത്ര പോകട്ടെ. അപ്പം അങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രയായിരിക്കും കേട്ടോ. ഹലോ ഹബീബീസ്, അങ്ങനെ വാരണാസി എത്തിയിരിക്കുകയാണ്. വാരണാസി റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇവിടെ നിന്ന് സംഭവം ട്രെയിൻ ലേറ്റ് 4 മണിക്കൂറോളം ട്രെയിൻ ലേറ്റായി. ഇപ്പം സമയം 12:10 ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ്റെ അകം കണ്ടോ, നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് മുകളിൽ. ആൾക്കാർ ഇഷ്ടം പോലെ അവർ കിടപ്പുണ്ട് കേട്ടോ തറയിൽ. സംഭവം രാത്രി ഇപ്പം മണി 12:10, 12 മണി കഴിഞ്ഞു. എനിക്കൊരു രാവിലെയൊക്കെ പോകാൻ വേണ്ടിയുള്ളവരായിരിക്കും. ഇതൊക്കെ വാളിൽ ഒരു കിടിലം പെയിൻറ്റിംഗ് ഉണ്ട്. സൂം ചെയ്യാം. ഇത് ബുദ്ധിസ്റ്റ് മൊണാർച്ചി ബുദ്ധ ഭഗവാൻ ക്ഷേത്രം, ഗംഗ ആരതി. കൊള്ളാം, അടിപൊളി. വാരണാസിയുടെ റെയിൽവേ സ്റ്റേഷൻ എന്തായാലും കൊള്ളാം, ഒരു രസമുണ്ട് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് എസ്കലേറ്റർ ഉണ്ട്. കൊള്ളാമല്ലേ? ട്രെയിൻ നല്ല ലേറ്റായിരുന്നു. 12 മണി കഴിഞ്ഞു എത്താൻ. 4 മണിക്കൂർ ഡിലേ. വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ പുറംഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ പുറമേയുള്ള കാഴ്ച. വാരണാസി നേരിട്ടുണ്ട്. സംഭവം കൊള്ളാല്ലേ? സ്തംഭമൊക്കെ ഉണ്ട്. വാരണാസി റെയിൽവേ സ്റ്റേഷൻ. 12 മണി കഴിഞ്ഞതുകൊണ്ട് ഗൈസ് അറിയത്തില്ല റൂം മൂലം കിട്ടുമെന്നുള്ളത്. റൂം മൂലം കിട്ടുമെന്ന് നോക്കണം. ഞാൻ എന്താ സോളോ ട്രിപ്പ് ആയതുകൊണ്ട് എന്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ വിചാരിച്ചു. പുറത്തോട്ട് സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കി പഠിച്ചിട്ട് റൂമിൻ്റെ കാര്യങ്ങളിലോട്ട് നോക്കിയാൽ പോരെ. അപ്പം ഇത് പുറത്തോട്ട് ഇറങ്ങിയൊന്ന് രണ്ട് കറങ്ങിയിട്ട് ഒരു റൂം സെറ്റ് ചെയ്യണം. എന്നിട്ട് നാളെ രാവിലെ ബീച്ച് അമ്പലത്തിൻ്റെ കൂടെ പോകണം. വാരണാസി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ എന്തോ നട്ടപ്പാത്തിലേക്ക് റൂം തപ്പി നടക്കുകയാണ്. ഇതാണ് കാശിയുടെ തെരുവുകൾ. ഈ പുള്ളിക്കാരൻ തമിഴാണ് കേട്ടോ. CRPF ജവാനാണ്. പുള്ളിയെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. പുള്ളി ഇവിടെ 2 ദിവസം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇതാണ് വാരണാസിയുടെ തെരുവുകൾ. ഫുള്ള് നല്ല അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് വരപ്പൊക്കെയാണ്. ഫുള്ള് ആർട്ട് വർക്ക് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു വിഷ്വൽ ബ്യൂട്ടി സ്ഥലം. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കൊള്ളാം. ഫുള്ള് രാത്രി 1 മണിയായി. ഞാനപ്പോൾ ഇങ്ങോട്ട് വന്നത് ഓട്ടോയിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 40 രൂപയാണ് ഓട്ടോയ്ക്ക് അവർ മേടിച്ചല്ല. അവന്മാർ കൂടുതൽ പറയും രാത്രിയാണെന്നൊക്കെ പറഞ്ഞിട്ട് 100 രൂപയൊക്കെ ചോദിച്ചു. ഞാൻ 100 രൂപയും തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് 40 രൂപയിൽ ഒതുക്കി. ഇവിടെ ഫുൾ ബാർഗൈനിങ്ങിൻ്റെ കളികളാണ്. ഈ നോർത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്യാതെ ഒരു രക്ഷയില്ല കേട്ടോ. 100-ൽ നിന്ന് 40-ലോട്ടൊക്കെ ഒറ്റയടിക്ക് വിട്ട്. എനിക്ക് കറക്റ്റ് റേറ്റ് അറിയത്തില്ല. ഇനി കുറച്ചും കൂടെ സംസാരിച്ച് അതിൽ നിന്നും കുറയുമെന്നുള്ള. പിന്നെ ഞാൻ നോക്കിയപ്പോൾ രാത്രി 12:30 ആയി. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് രാത്രി റൂം സെറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ 40 രൂപ ഓക്കെ പറഞ്ഞു. അങ്ങനെ കയറി കുറച്ച് ഓട്ടോ എടുത്തപ്പോഴാണ് ഈ പുള്ളിക്കാരനെ കിട്ടിയത്. പുള്ളിയും ഇങ്ങോട്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പുള്ളി തമിഴ്. അങ്ങനെ നമ്മൾ പിന്നെ ഒരുമിച്ച് പോകുമ്പം പുള്ളിക്ക് റൂം വേണ്ട. പുള്ളി നാളെ രാവിലെ പോകും. ജസ്റ്റ് പുള്ളി അമ്പലത്തിൽ കയറി ദർശനം ചെയ്തിട്ട് പുള്ളി പോകും. പുള്ളി പ്രയാഗ്രാജിലാണ് പുള്ളിയുടെ ക്യാമ്പ്. അപ്പോൾ ഇവിടെ നിന്ന് 1-2 മണിക്കൂറേ ഉള്ളൂ. പുള്ളി രാവിലെ തന്നെ ഇറങ്ങും. അങ്ങനെ നമ്മൾ തപ്പി നടക്കുകയാണ് റൂം. അപ്പം ഫ്രണ്ടിൽ പോകുന്ന പുള്ളിക്കാരൻ നമുക്ക് റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ കൊള്ളാവോ നോക്കി പോവുക റൂം നോക്കാൻ വേണ്ടി. റൂം കൊള്ളാമെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷം എന്തായാലും റൂം എടുക്കത്തില്ല. പിന്നെ നമുക്ക് പുള്ളി വഴിയിൽ നിന്ന് കിട്ടിയപ്പം നോക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. കുറച്ച് ദൂരമായി ഈ അകത്തൂടുള്ള വഴികളിൽ കൂടെയുള്ള നടത്തം. പക്ഷേ വഴികളൊക്കെ കൊള്ളാം, നല്ല അടിപൊളിയാണ്. അതായത് നമ്മളൊരു
സിറ്റി ലൈഫല്ല, ഒരു പഴയ കാലം ഒരു സ്ഥലത്ത് വന്ന പോലെ എല്ലാം നല്ല പടങ്ങളൊക്കെ ആയിട്ട് ഒരു സൈക്കിഡലിക് സ്ഥലം കേട്ടോ. സൈക്കിഡലിക് വഴി, ഫുൾ സൈക്കിഡലിക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു വഴിയാണ്, ഫുൾ പടങ്ങളൊക്കെ ആയിട്ട്. കൊള്ളാം, എന്തായാലും നല്ല അടിപൊളി വൈബാണ്, നല്ല രസമുണ്ട്. അങ്ങനെ വാരണാസിയുടെ തുടക്കം കൊള്ളാം. ഇനി എന്താണെന്നുള്ളത് ഞാൻ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് നാളെ വാരണാസിയുടെ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും.